गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम कर्मण्यकर्मय पश्येद इत्यारभ्य स युक्तः कृत्स्नकर्मकृत् ज्ञानाग्निदग्धकर्माणं शारीरं केवलं कर्म कुर्वन् यदृच्छालाभसन्तुष्टः ब्रह्मार्पणं ब्रह्महविः कर्मजान् विद्धि तान् सर्वान् सर्वं कर्माखिलं पार्थ ज्ञानाग्नि सर्वकर्माणि योगसन्न्यस्तकर्माणम् इत्यन्तैः वचनैः സർവകർമ്മസന്യാസം അവോചത് ഭഗവാൻ. അപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ പ്രവേശികയാണ്. എന്തുകൊണ്ട് 5-ാം അധ്യായം, അല്ലെങ്കിൽ 5-ാം അധ്യായത്തിന് കാരണമായ അർജുനൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അർജുനൻ ചോദിച്ചത് നമ്മൾ നേരത്തെ കണ്ടു. ഭഗവാനെ കൃഷ്ണ, സകല കർമ്മങ്ങളുടെയും സന്യാസത്തെ അങ്ങ് ഉപദേശിക്കുന്നു, കർമ്മയോഗ അനുഷ്ഠാനത്തെയും അങ്ങ് ഉപദേശിക്കുന്നു. അപ്പോൾ രണ്ടും ഒന്നിച്ച് സാധ്യമല്ല, രണ്ടും ഒന്നിച്ച് അസാധ്യമാണ്. എന്നിരിക്കെ ഇവ രണ്ടിലും വെച്ച് എനിക്ക് ശ്രേയസ്കരമേ ആയത് ഏതാണ്, പറഞ്ഞു തരൂ, ഇതാണ് ചോദ്യം. അപ്പോൾ എന്തുകൊണ്ട് ഈ ചോദ്യം വരുന്നു എന്നാണ് പറയണത്. 4-ാം അധ്യായത്തിൽ കർമ്മണ്യ അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃത്സ്നകർമ്മകൃത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കർമ്മണി അകർമ്മ യ പശ്യേത്, കർമ്മത്തിൽ ആരാണോ അകർമ്മത്തെ കാണുന്നത്, അകർമ്മണിച്ച കർമ്മയഃ, അകർമ്മത്തിൽ കർമ്മത്തെ ആര് കാണുന്നുവോ, സ ബുദ്ധിമാൻ മനുഷ്യേഷു, അവൻ മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാനാണ്, സ യുക്തഃ, അവൻ സമാഹിതനാണ്, തന്നോട് ചേർന്നവനാണ്, സ കൃത്സ്നകർമ്മകൃത്, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ്, കൃതകൃത്യനാണ്. ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണ്. നമ്മൾ വിശദമായി 4-ാം അധ്യായത്തിൽ പഠിക്കേണ്ടതാണ്, ഇപ്പോൾ അതിലേക്ക് പുറപ്പെടുന്നില്ല. ഇത്ര മാത്രം പറയട്ടെ, ലോകം മുഴുവൻ എന്തിനെ കർമ്മമെന്ന് കാണുന്നുവോ, കർത്തവ്യമെന്ന് കാണുന്നുവോ, ആത്മജ്ഞാന മഹിമ കൊണ്ട് അത് അകർമ്മമായി ആരിൽ തീർന്നിരിക്കുന്നുവോ, സാമാന്യ ലോകത്തിന് ഏതൊരു ആത്മാ അനുസന്ധാനത്തിൽ പ്രവൃത്തിയില്ലയോ അതിൽ പൂർണ്ണമായി ആര് വ്യാപരിക്കുന്നുവോ അങ്ങനെയുള്ള ആളാണ് മനുഷ്യന്മാരിൽ ബുദ്ധിമാൻ. സമാനാർത്ഥകമായി 2-ാം അധ്യായത്തിലൊരു ശ്ലോകം ഉണ്ടായിരുന്നു. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനെ. എല്ലാ ജീവജാലങ്ങൾക്കും യാതൊന്നാണോ രാത്രി അത് വിജ്ഞാനിക്ക് പകലാണ്, വിജ്ഞാനിക്ക് യാതൊന്നാണോ രാത്രി അത് സാമാന്യ ജീവജാലങ്ങൾക്ക് പകലാണ്. അങ്ങനെ വിപരീത ദർശനം. താല്പര്യം എന്തിനെ ലൗകികർ പ്രവൃത്തിയായി കാണുന്നുവോ അതിൽ വിജ്ഞാനിക്ക് അപ്രവൃത്തിയാണ്, ഏതൊരാത്മാനുസന്ധാനത്ത് പരായണനായി വിജ്ഞാനി കഴിയുന്നുവോ അത് ലൗകികരെ സംബന്ധിച്ച് രാത്രി പോലെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞു, വിജ്ഞാനിയുടെ ഒരു പരമമായ അവസ്ഥയെ പ്രതിപാദിക്കുന്നതാണ് ആ ശ്ലോകം. എന്നിട്ട് എന്ന് തുടങ്ങി കർമ്മണ്യ അകർമ്മയ പശ്യേദിത്തി ആരഭ്യ എന്ന് തുടങ്ങി സയുക്തഃ കൃത്സ്നകർമ്മകൃത്, അതേ ശ്ലോകമാണ്.
സയുക്ത കൃഷ്ണകർമ്മകൃത്, അവൻ യുക്തനാണ്, അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞ കൃതകൃത്യനാണ്. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഹ. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഹ. ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയ ആളെ പണ്ഡിതനെന്ന് വിവേകികൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സാമാന്യ ലോകം പണ്ഡിതനെന്ന് പറയുക കുറേ പുസ്തകം പഠിച്ച ആളായിരിക്കും, കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറേ പ്രസംഗം ചെയ്തിട്ടുണ്ട്, ഉപദേശങ്ങൾ ചെയ്യുന്നുണ്ട്, ശിഷ്യന്മാരുണ്ട് എന്നൊക്കെ വരികിൽ അയാളെ പണ്ഡിതനെന്ന് സാമാന്യ ലോകം പറഞ്ഞെന്ന് വരും. എന്നാൽ വിജ്ഞാനികൾ പറയില്ല. വിദ്വാൻ പണ്ഡിതനെന്ന് വിളിക്കുന്നത് ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവരെയാണ്. ശാരീരം കേവലം കർമ്മ കുറുവൻ ആപ്നോതി കിൽബിഷം. ശാരീരം കേവലം കർമ്മ കുറുവൻ ആപ്നോതി കിൽബിഷം. കേവലം ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രമുള്ള കർമ്മങ്ങളെ ചെയ്യുന്ന ആൾ ഒരിക്കലും പാപത്തെ നേടുന്നില്ല, ദൂഷിത സംസ്കാരങ്ങൾ അയാൾക്കുണ്ടാവുന്നില്ല. യദൃച്ഛാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപിന നിബധ്യതേ. യദൃച്ഛാ ലാഭസന്തുഷ്ടനായി കഴിയുന്നവൻ, എന്താണോ അപ്രാർത്ഥിതമായി വന്നു ചേരുന്നത് ജീവിതത്തിൽ അതിനെക്കൊണ്ട് സന്തോഷമായി ജീവിക്കുന്നവൻ. അല്ലാതെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് പലതിൻ്റെ പിന്നാലെ ഓടുകയല്ല, എന്ത് വന്നു ചേരുന്നോ അതിനെക്കൊണ്ട് സന്തോഷമായി കഴിയുന്നവൻ. ദ്വന്ദ്വാതീതൻ, ദ്വന്ദ്വങ്ങൾ അകന്നവൻ. വിമത്സരഹ, മത്സരബുദ്ധി ഇല്ലാത്തവൻ. അങ്ങനെയുള്ള ആൾ, സിദ്ധിയിലും അസിദ്ധിയിലും സമനായിട്ടുള്ള ആൾ, എന്ത് ചെയ്താലും ഒന്നും ചെയ്യുന്നില്ല, എന്ത് ചെയ്താലും ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല, ബന്ധിക്കപ്പെടുന്നില്ല. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒരു വിജ്ഞാനി, സർവാത്മദൃഷ്ടിയായ വിജ്ഞാനിയെ സംബന്ധിച്ച് അയാളുടെ അർപ്പണവും ഹവിസും അഗ്നിയും ഹോതാവും ലക്ഷ്യസ്ഥാനവും എല്ലാം ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മഭിന്നമായിട്ടൊന്നില്ല. അതുകൊണ്ട് അയാളിൽ നിന്ന് വിവിധതകളോടുകൂടിയ കർമ്മങ്ങളെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുക, എല്ലാത്തിലും ബ്രഹ്മദൃഷ്ടിയോടുകൂടിയ ആളുടെ. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ. വിവിധ യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അവയെല്ലാം കർമ്മജങ്ങളാണെന്ന് നീ മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിയാൽ മുക്തനായി തീരും. സർവം കർമാഖിലം പാർത്ഥ. ഹേ പാർത്ഥ, എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും വെണ്ണീറാക്കുന്നു. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം. അപ്പം ഇങ്ങനെ ഉള്ള വാക്യങ്ങളെ കൊണ്ട് എന്താ പറഞ്ഞത്? കർമ്മണ്യകർമ്മയ പശ്യേതെന്ന് തുടങ്ങി യോഗസന്യസ്ത കർമാണം എന്നതുവരെയുള്ള വാക്യങ്ങളെ കൊണ്ട് ഭഗവാൻ ശക്തമായിട്ട് ഉപദേശിച്ചത് സർവകർമ്മ സന്യാസമാണ്. ഇത് മുഴുവൻ 4-ാം അധ്യായത്തിലെ ഉപദേശഭാഗങ്ങളാണ്. സാരം ഇത്രയേ ഉള്ളൂ. സത്യം ഏകമാണ്, അദ്വിതീയമാണ്, ജന്മമരണരഹിതമാണ്, പൂർണ്ണമാണ് എന്നറിയുന്ന വിദ്വാൻ അവിടെ കർമ്മങ്ങളില്ല, അവിടെ കർമ്മങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് താല്പര്യം. ഇത് അതുകൊണ്ട് വിജ്ഞാനിയെ സംബന്ധിച്ച് സ്വാഭാവികമായി സഹജമായി സന്യാസമാണ്. ഇവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ കാവി ഉടുക്കുക, മൊട്ട പഠിക്കുക, പേര് മാറ്റുക, ഇതൊന്നും അല്ല മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ചെയ്തത് കൊണ്ട് സന്യാസിയായി എന്നർത്ഥമില്ല. ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് സന്യാസി ആയിട്ടില്ല എന്നും അർത്ഥമില്ല. രണ്ടുമില്ല. അത് പാരമാർത്ഥിക സന്യാസത്തിലേക്കുള്ള സാധനാപഥം എന്ന് മാത്രമേ ഗണിക്കേണ്ടതുള്ളൂ.
പാരമാർത്ഥിക സന്യാസത്തിലേക്കുള്ള ഒരു സാധനാമാർഗമാണ് എന്നേ ഇപ്രകാരം ലിംഗങ്ങളോട് കൂടിയ സന്യാസത്തെ എടുക്കേണ്ടതുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അവിടെ ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച്, സർവാത്മദർശിയായ വിജ്ഞാനിയെ സംബന്ധിച്ച് സഹജമായിട്ട് കർമ്മസന്യാസമാണ്. അയാൾ ഏത് ഭാവത്തിൽ ലോകത്തിൽ ജീവിച്ചാലും, അയാൾ ബ്രഹ്മചാരിയായിട്ടിരുന്നാലും ഗൃഹസ്ഥനായിട്ടിരുന്നാലും വാനപ്രസ്ഥനായിട്ടിരുന്നാലും സന്യാസിയായിട്ടിരുന്നാലും സന്യാസി തന്നെയാണ്. പുറമെ എന്തെന്നുള്ളത് നോക്കിയിട്ടല്ല. ഈ ആത്മവിജ്ഞാനം ഇല്ലെങ്കിൽ പുറമെ സന്യാസിയാണെന്ന് പറഞ്ഞതുകൊണ്ടും സന്യാസം പാരമാർത്ഥിക സന്യാസം ആയിട്ടില്ല. സന്യാസമായിട്ടില്ല എന്ന് പറയരുത്, സന്യാസി തന്നെയാണ്, പക്ഷേ പാരമാർത്ഥിക സന്യാസം ആയിട്ടില്ല. പാരമാർത്ഥിക സന്യാസം ബാഹ്യലിംഗങ്ങളല്ല. അപ്പം ഇവിടെ കർമ്മണ്യകർമ്മയെ പശ്യേതെന്ന് തുടങ്ങി യോഗസന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മബന്ധം എന്ന് തുടങ്ങിയ ഭാഗങ്ങളെ വരെ, ആ വാക്യം വരെയുള്ള ഭാഗത്ത് ഭഗവാൻ ഉപദേശിച്ചത് സർവകർമ്മ സന്യാസമാണ്. ഇത് വളരെ വിസ്തരിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഈ ആധ്യാത്മിക അന്തര്യോഗത്തിലെ വിഷയം. 4-ാം അധ്യായമായിരുന്നു. വിശദമായി കേൾക്കണം എന്നുള്ളവർക്ക് അത് കേൾക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ശില്ലാനം കൊടുത്ത് CD വാങ്ങി കൊണ്ടുപോയി കേൾക്കുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അത് യൂട്യൂബിൽ അദ്വൈതാശ്രമം ചാനലിൽ പോയാൽ മതി. കഴിഞ്ഞ വർഷത്തെ ആധ്യാത്മിക അന്തര്യോഗം സെലക്ട് ചെയ്യുക, എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനം വിശദമായിട്ട് കേൾക്കാം. ഇങ്ങനെയുള്ള വാക്യങ്ങളെ കൊണ്ട് സർവകർമ്മ സന്യാസത്തെ പറഞ്ഞു. എന്നാൽ അവിടെ ഭഗവാൻ നിർത്തിയില്ല. അവിടെ നിർത്തിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ നിർത്തിയ പ്രശ്നമില്ല. പിന്നെ എന്ത് പറഞ്ഞു? ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠായിത്യ അനേന വചനേന യോഗം ച കർമാനുഷ്ഠാന ലക്ഷണം അനുതിഷ്ഠായിതി യുക്തവാൻ. ഹേ അർജുന, നീ യോഗം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അതൊരു വേണ്ടാത്ത പണിയല്ലേ ഭഗവാന്റെ? അല്ലേ? യോഗമാണോ നല്ലത്, നീ യോഗ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ സംശയമില്ല. ജ്ഞാനമാണ് ശ്രേഷ്ഠം, അതുകൊണ്ട് നീ ജ്ഞാനവിചാരം ചെയ്യുമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെന്താ പറഞ്ഞേ? ജ്ഞാനമാണ് സർവോത്കൃഷ്ടം, നീ യോഗ അനുഷ്ഠിക്കൂ എന്നാണ്. അതൊരു സുഖമുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. തയോഃ ഉഭയോഃ കർമാനുഷ്ഠാന കർമ്മസന്യാസയോഃ സ്ഥിതിഗതിവത് പരസ്പര വിരോധാത് ഏകേന സഹ കർത്തും അശക്യത്വാത് കാലഭേദേന ച അനുഷ്ഠാനവിധാനാഭാവാത് ഏതയോഃ അന്യതര കർത്തവ്യതാ പ്രാപ്തൗ സത്യാം യത് പ്രശസ്യതരം ഏതയോഃ കർമാനുഷ്ഠാന കർമ്മസന്യാസയോഃ തത്കർത്തവ്യം ന ഇതരത് ഇത്യേവം മന്യമാനഃ പ്രശസ്യതര ബുഭുത്സയ അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ ഇത്യാദിന. അപ്പോൾ ഇങ്ങനൊരു ഉപദേശം ഭഗവാൻ ചെയ്ത സാഹചര്യത്തിൽ, അതായത് ആത്മജ്ഞാന മഹിമയെ പറയുക, അവിടെ യാതൊരു കർമ്മങ്ങളും ഇല്ല എന്ന് പറയുക, നീ കർമ്മം ചെയ്യുമെന്നും പറയുക. ഇത്തരമൊരു ഉപദേശം ഭഗവാൻ നൽകിയ സമയത്ത് ഇവ രണ്ടിലും വെച്ച് ഏതാണ് ശ്രേയസ്കരമെന്നറിയാൻ വേണ്ടി അർജുനൻ ചോദിക്കുന്നു. എന്തിനാ രണ്ടിലും വെച്ച് ഒന്നറിയുന്നത്? രണ്ടും ഒന്നിച്ചനുഷ്ഠിക്കാൻ വയ്യാത്തതുകൊണ്ട്. രണ്ടും ഭഗവാൻ ഉപദേശിച്ചിരിക്കുകയാണ്. രണ്ടും ഒന്നിച്ച് വയ്യ. അതാണ് നമ്മൾ സ്ഥിതിഗതിവത്, പരസ്പര വിരുദ്ധങ്ങളാണവ. സ്ഥിതിഗതി, സ്ഥിതി പറഞ്ഞാൽ എന്താ? സ്ഥിതി പറഞ്ഞാൽ ഗത്യഭാവം, ഗതി പറഞ്ഞാലോ സ്ഥിത്യഭാവം. അതാണ്. അതാ ഏതോ മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജാമർ വെക്കേണ്ടി വരും. അതാണിപ്പോൾ നല്ലത്. ശരി, ജാമർ വെച്ചാൽ വേറെ കുഴപ്പമുണ്ട്. അത്യാവശ്യം ആരെങ്കിലും
വിളിക്കണതൊക്കെ ഇല്ലാണ്ടാവും. ശരി. അപ്പം സ്ഥിതിഗതിവത് പരസ്പര വിരുദ്ധങ്ങളാണിവ. സ്ഥിതി പറഞ്ഞാൽ ഗതി അഭാവമാണ്, ഗതി പറഞ്ഞാൽ സ്ഥിതി അഭാവമാണ്. ചലനമില്ലായ്മയാണ് സ്ഥിതി, സ്ഥിതിയില്ലായ്മയാണ് ചലനം. സ്ഥിതി പ്രച്യുതി, സ്ഥാനപ്രച്യുതിയാണ് ചലനം. രണ്ടും കൂടെ ഒന്നിച്ച് പറ്റുക? അത് വയ്യ. ഇവിടുന്ന് ഒരാൾക്ക് അമേരിക്കയിൽ പോകണം, പടിഞ്ഞാറോട്ട് പോയാലും എത്തും, കിഴക്കോട്ട് പോയാലും എത്തും. രണ്ട് വഴിക്ക് പോകാം. കിഴക്കോട്ട് പോയിട്ടും എത്താം, പടിഞ്ഞാറോട്ട് പോയിട്ടും എത്താം. പക്ഷെ രണ്ടും പറ്റും ഒരേ സമയത്ത്? അത് വയ്യല്ലോ. ഇല്ലേ? അത് വെറുതെ വെഡിത്തം വിചാരിക്കുകയാണ് രണ്ടും ഒന്നിച്ച് പറ്റുന്നു. ഇതെന്തൊരു അത്ഭുതമാണിത്. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുകയാണ്. ഒരേ ട്രെയിൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആളെ വടക്കോട്ടും കൊണ്ടുപോകണു, ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആളെ തെക്കോട്ടും കൊണ്ടുപോകണം. സാധിക്കുമോ? അതയാൾ മാറി കയറിപ്പോയതാ. പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ വണ്ടി മാറിയിട്ടുണ്ട്, മൂപ്പര് ഇരുന്നു വന്നിട്ട്. അപ്പോൾ അയാൾ വിചാരിക്കണത് എന്നെ കൊണ്ടുപോകണത് തെക്കോട്ടാണെന്നാണ്. വണ്ടി വടക്കോട്ടാണ് പോകണത്. എന്തൊരു അത്ഭുതമെന്ന് ആലോചിച്ച് നോക്കോ. ഇല്ലേ? ഒരിക്കലും സാധ്യമല്ലാത്ത പരിപാടിയാണ്. തെക്കോട്ടും പോവാം വടക്കോട്ടും പോവാം, പക്ഷെ രണ്ടും ഒന്നിച്ചു പോവില്ല. സ്ഥിതിഗതിവത്. അതുപോലെയാണ് സന്യാസവും യോഗവും. പലപ്പോഴും നല്ല തമാശ തോന്നാറുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് സ്വാഗതം ചെയ്യുമ്പോഴൊക്കെ ചിദാനന്ദപുരസ്വാമി വലിയ കർമ്മയോഗിയായ സന്യാസിയാണെന്നൊക്കെ പറഞ്ഞ് സ്വാഗതം കേൾക്കുമ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുകയല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യാം? കാരണം ഏതാണെന്നിപ്പോൾ അവർ നിശ്ചയിക്കണ്ടേ. നമുക്കിപ്പോൾ രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. അവർ കർമ്മയോഗി എന്ന് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല, അവർ സന്യാസി പറഞ്ഞാലും കുഴപ്പമില്ല, അവർ കള്ളെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അവരെന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ചിലർ പറയും വലിയ പണ്ഡിതനാണെന്ന് പറയും. എന്ത് പറഞ്ഞാൽ നമ്മളെന്താ, നമ്മളല്ലേ. അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ മാറുമോ? പക്ഷേ രണ്ടിലൊന്ന് നിശ്ചയിക്കണം. ഒന്നുകിൽ സന്യാസിയാണ് അല്ലെങ്കിൽ യോഗിയാണ്. രണ്ടും കൂടി നടക്കില്ല. കാരണം സന്യാസവും യോഗവും സ്ഥിതിഗതി പോലെ വിരുദ്ധങ്ങളാണ്. നമ്മൾ പറയാം അവൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. നീ ഏതാന്ന് നിശ്ചയിക്കുക. ഇരിക്കുകയാണോ നടക്കുകയാണോ? അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നു, അതിനത് അയാൾ ഇരിക്കുകയാണോ ഓടുകയാണോ നീ നിശ്ചയിക്കുക. ഏതാണ്? അയാൾ ഓടുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഇരിക്കുന്നു പറഞ്ഞാൽ മതി പോരെ. ഇരുന്നോടുന്നു എന്ന് പൊതുവെ ആൾക്കാർ പറയാറില്ല, പക്ഷേ ഓടിയിരിക്കുന്നു, അയാൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പറയാറുണ്ട്. അതിൽ അപ്പം ചോദിക്കണം ഏതാണെന്ന് നിശ്ചയിക്കൂ എന്നാ മറുപടി. അയാൾ ഓടുകയാണോ അല്ല ഇരിക്കുകയാണോ? ഏതാണ്? കാരണം രണ്ടും വിരുദ്ധങ്ങളാണ്. വാഹനത്തിൽ ശരി, വാഹനത്തിൽ ശരി. അത് വാഹനമാണ് ഓടുന്നത്, അയാൾ ഇരിക്കുകയാണ്, അത് ശരിയാ. അങ്ങനെ വെച്ചാൽ നമ്മളൊക്കെ അങ്ങനെ തന്നെയായി. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ഇരിക്കണത്. ഒക്കെ ശരിയാ. അതെ അതുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. ശരി. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ ഇരിക്കുകയാണോ നടക്കുകയാണോ? രണ്ടും കൂടി വയ്യ. ഇതുപോലെ ഒന്നുകിൽ ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക, ഒന്നുകിൽ സ്ഥിതി അല്ലെങ്കിൽ ഗതി, രണ്ടും ഒന്നിച്ച് വയ്യ എന്നതുപോലെ കർമാനുഷ്ഠാനവും കർമ്മസന്യാസവും ഒന്നിച്ച് വയ്യ, ഒന്നിച്ച് അസാധ്യമാണ്. അതുകൊണ്ട് എന്നാൽ പോട്ടെ, ഏകേന സഹ കർത്തും അശക്യത്വ. അതുകൊണ്ട് ഒരാളാൽ ഒന്നിച്ചനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഇന്നിപ്പോൾ കർമ്മയോഗം ചെയ്തു, കർമ്മയോഗത്തിലൂടെ ക്രമേണ അയാൾ കർമ്മസന്യാസത്തിലെത്തി, അത് സാധിക്കും. അല്ലെങ്കിൽ കർമ്മസന്യാസത്തിലേക്ക് പ്രവേശിച്ചു, പിന്നെ അതിന് താൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കർമ്മയോഗാനുഷ്ഠാനം സ്വീകരിച്ചു, അതും ആവാം. രണ്ടിനും വിരോധമില്ല. ഇന്ന് കല്യാണം കഴിച്ച് നാളെ സന്യസിക്കാം, അല്ലെങ്കിൽ ഇന്ന് സന്യസിച്ചിട്ട് നാളെ കല്യാണം കഴിക്കാം. രണ്ടിനും തെറ്റില്ല. ഉണ്ടോ? എന്താ? രണ്ടിലും തെറ്റില്ല. നേരെ മറിച്ച് രണ്ടും ഒരേ സമയത്ത് സാധിക്കുമോ? അതില്ല. ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ്, ഞാൻ സന്യാസിയാണ്, അത് സാധ്യമല്ല, അത് അസാധ്യമാണ്. അപ്പോൾ ഏകേന സഹകർത്തും അശക്യത്വാത്, ഒരാളാൽ ഒന്നിച്ച് അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് കാലഭേദേന ച അനുഷ്ഠാന വിധാനാഭാവാത്,
കാലഭേദേന നീ ഇത്ര കാലം സന്യാസം അനുഷ്ഠിച്ചോളൂ, ഇത്ര കാലം യോഗ അനുഷ്ഠിച്ചോളൂ എന്നൊന്നും ഒരു ശാസ്ത്രത്തിലും വിധാനം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ടും അതുകൊണ്ട് ഏതയോഹോ അന്യതര കർത്തവ്യത പ്രാപ്തവും, ഈ രണ്ടിലും ഒന്നേ ചെയ്യാൻ പറ്റൂ എന്ന് വന്നപ്പോൾ രണ്ടും ചെയ്യാം, ഒന്നിച്ച് വയ്യ, രണ്ടിലൊന്നേ വയ്ക്കൂ. നമ്മൾ സാധാരണ അവിടെ ആവർത്തിച്ച് പറയാറുള്ളൊരു ഒരു ഒരു ദൃഷ്ടാന്തമുണ്ട്, ആവർത്തിച്ച് പറയാറുണ്ട്. ഈ വിഷയം വരുമ്പോൾ അത് ഓർമ്മ വരും, എന്താ ചെയ്യുക. അത് വളരെ അടുത്ത് പരിചയമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി, കുറേ കാലമായി മരിച്ചിട്ട്. അദ്ദേഹം 1930കളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. അന്നൊക്കെ 1930കളിലൊക്കെ ഗ്രാജുവേഷൻ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ, ഡിഗ്രി ആവുക പറഞ്ഞാൽ തന്നെ വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. അക്കാലത്ത് MA കഴിഞ്ഞ ആളാണ്, 1932 33 മറ്റോ ആണ്. അങ്ങനെ MA കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മകനെ, നീ എന്തായാലും MA ഒക്കെ കഴിഞ്ഞ് വന്നല്ലോ, നീ സന്യസിക്കുന്നോ അല്ല കല്യാണം കഴിക്കണോ? ഇതാണ് അച്ഛൻ്റെ ചോദ്യം. രണ്ടാലും നിനക്ക് തീരുമാനിക്കാം. സന്യസിക്കണമെന്ന് വെച്ചാൽ നീ സന്യസിക്കാൻ തീരുമാനിച്ചോളൂ, കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോളൂ. ഇതാണ് അച്ഛൻ്റെ ചോദ്യം. ഈ ചോദ്യം മകൻ പ്രതീക്ഷിച്ചില്ല. മകൻ ഞെട്ടിപ്പോയി. മകൻ നല്ല മകനാ. മകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരാഴ്ച സമയം തരണമെന്ന്. ആയിക്കോട്ടെ, ഒരാഴ്ചയില്ല 2 ആഴ്ചയിൽ എത്ര കാലം വെച്ചാൽ തരാം, പക്ഷേ നീ തീരുമാനിക്കണം. ഒരാഴ്ച കഴിഞ്ഞു. മകൻ അച്ഛനെ പോയി കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് സന്യസിക്കാനായിട്ടില്ല, അതുകൊണ്ട് കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിച്ചു. വലിയ സംസ്കൃത വിദ്വാനായിരുന്നു. ഇവിടെ വരുമായിരുന്നു അദ്ദേഹം അവസാന കാലത്ത്, സ്ഥിരമായിട്ട് ഇവിടെ വരുമായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ഒന്നാമത്തെ പുസ്തകത്തിന് പേരടക്കട്ടത്. ഇവിടുന്ന് പബ്ലിഷ് ചെയ്ത ഒന്നാമത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ശിവമഹിംന സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതിന് അദ്ദേഹമാണ് പരമേശ്വരി എന്ന് പേരിട്ടത്. ആ പേരിനെക്കുറിച്ച് ഈ കേരളീയ സന്യാസി സമൂഹത്തിൽ വലിയ ചർച്ചയൊക്കെ നടന്നതാണ്. ചിദാനന്ദപുരി സ്വാമി ഒരു പുസ്തകം എഴുതിയിട്ട് തെറ്റായ പേരിടാൻ പാടുണ്ടോയെന്ന്. കാരണം പരമേശ്വരി എന്ന് സാമാന്യ ഭാഷാപരമായി തെറ്റാ, പാരമേശ്വരി എന്നാൽ ശരി സാമാന്യ ഭാഷയിൽ, എന്നാൽ തെറ്റല്ല, അതിന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ആ പേര് വന്നിട്ടുള്ളത്. ശരി, സാന്ദർഭികമായിട്ട് അദ്ദേഹത്തെ ഓർമ്മിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നോക്കൂ, അച്ഛൻ മകനോട് പറയുകയാണ്, നീ സന്യസിക്കണോ അല്ല വിവാഹം കഴിക്കണോ? മകൻ പറയുന്നു, എനിക്ക് സന്യസിക്കാനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുക. അങ്ങനെ വിവാഹം കഴിച്ചു. കുറേ മക്കളൊക്കെ ഉണ്ടായി, ധാരാളം മക്കളൊക്കെ ഉണ്ടായി. അതിൽ കുറച്ച് മക്കളൊക്കെ എപ്പോഴും ജീവനോടുണ്ട്. അപ്പോൾ പറഞ്ഞതിൽ താത്പര്യം രണ്ടും ഉത്കൃഷ്ടം തന്നെ. ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാണ്, സന്യാസാശ്രമം ശ്രേഷ്ഠമാണ്, രണ്ടും ശ്രേഷ്ഠമാണ്. അതത് അധികാരികൾക്ക് അവിടെ എന്താണ് തൻ്റെ അധികാരമെന്ന് നിർണ്ണയിക്കുന്നിടത്താണ് മുഖ്യത്വം. അപ്പോൾ രണ്ടും ഒന്നിച്ചു വയ്യ. അതുകൊണ്ട് പ്രശസ്യതര ബുഭുത്സയ രണ്ടിലൊന്നേ അനുഷ്ഠിക്കാൻ പറ്റൂ. അതാണ് അന്യതര കർത്തവ്യത പ്രാപ്തവും സത്യം. രണ്ടിലൊന്ന് മാത്രമേ അനുഷ്ഠിക്കാൻ പറ്റൂ എന്ന് വന്നപ്പോൾ യത് പ്രശസ്യതരം ഏതയോഹോ, ഇവ രണ്ടിലും വെച്ച് ഏതാണ് പ്രശസ്യതരമായത്, ശ്രേഷ്ഠമായത്? പ്രശസ്യതരം എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ ഭാഷ പ്രയോഗിക്കാൻ വെച്ചാൽ ശ്രേഷ്ഠം എന്ന് പറയരുത്, ശ്രേയാൻ എന്നേ പറയാൻ പാടുള്ളൂ. ശ്രേയസ്കരമായത്. ശ്രേഷ്ഠം എന്ന് പറയണമെങ്കിൽ പ്രശസ്യതമമാവണം. രണ്ടിലൊന്ന് പറയുമ്പോൾ എപ്പോഴും തരയാണ് ഉപയോഗിക്കുക. പ്രശസ്യതരമായത് കർമാനുഷ്ഠാന കർമ്മസന്യാസങ്ങളിൽ വെച്ച് ഏതാണ് ശ്രേയസ്കരമായത് അത് വേണമല്ലോ ചെയ്യുക. മനുഷ്യൻ എപ്പോഴും ശ്രേയസ്കരമായത് വേണമല്ലോ ചെയ്യുക, അല്ലേ? രണ്ട് സാധ്യത നമ്മുടെ മുമ്പിൽ വന്നാൽ ഏതാണോ ശ്രേയസ്കരം അത് ചെയ്യുന്നിടത്തല്ലേ നമ്മുടെ ബുദ്ധി. അതെ,
അല്ലാണ്ട് വിചാരം ചെയ്യാതെ വിവേകം ചെയ്യാതെ അതാ ആദ്യം വന്നത് അതുകൊണ്ട് ഞാൻ അത് ചെയ്തു, അത് പറഞ്ഞാൽ അർത്ഥമില്ല. രണ്ട് സാധ്യത വരുമ്പോൾ രണ്ടിൽ വെച്ച് ഏതാണോ ശ്രേയസ്കരമെന്ന് നിശ്ചയിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാം. അതാണ് മനുഷ്യൻ്റെ മനുഷ്യത്വം. അല്ലാച്ചാൽ അത് മൃഗഭാവമായി പോവും. ഇപ്രകാരം മന്യമാനഃ വിചാരിക്കുന്നവൻ പ്രശസ്യതര ബുഭുത്സയാ, പ്രശസ്യതര ബുഭുത്സയാ, ബുഭുത്സ എന്ന് പറഞ്ഞാൽ അറിയുവാനുള്ള ഇച്ഛ, ബുഭുത്സയ എന്ന് പറഞ്ഞാൽ അറിയുവാനുള്ള ഇച്ഛ കൊണ്ട്. എന്തറിയാനുള്ള ഇച്ഛ കൊണ്ട്? ഏതാണ് തമ്മിൽ മെച്ചമായത് എന്നറിയാനുള്ള ഇച്ഛ കൊണ്ട് അർജുന ഉവാച, അർജുനൻ ചോദിച്ചു. അപ്പോൾ രണ്ടും ഒന്നിച്ച് അസാധ്യമാണെന്നുള്ളത് കൊണ്ട് രണ്ടിലൊന്നേ ചെയ്യാൻ പറ്റൂ. ആ രണ്ടിലൊന്ന് എനിക്ക് ഏറ്റവും നല്ലതായിരിക്കണമല്ലോ, അതിനു വേണ്ടി അർജുനൻ ചോദിച്ചു. ഇവിടെ 8ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ നമ്മളോട് വന്ന് അന്വേഷിക്കുകയാണ്, അല്ല സ്വാമി 9ാം ക്ലാസ് ചേരുന്നതാണോ നല്ലത്, അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ് ചേരുന്നതാണോ നല്ലത്, ഏതാണ് നല്ലത്? ഏതാ നല്ലത്? എടോ രണ്ടും നല്ലതാണ്, അതിൽ നിനക്കേറ്റവും നല്ലതിപ്പോൾ 9 ചേരുന്നതാണ്. മറ്റേ വേണ്ട പറഞ്ഞു കൊടുക്കരുത്, മറ്റേ നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കരുത്. ആ ലക്ഷ്യം അവിടെ വെക്കണം ഉള്ളിൽ, അല്ലെങ്കിൽ അവൻ ആ ലക്ഷ്യം കളയും. അത് പാടില്ല. എടോ രണ്ടും നല്ലതാണ്, പക്ഷേ ഇപ്പോൾ നിനക്ക് നല്ലത് 9ാം ക്ലാസ് ചേരുന്നതാണ്. അതാണ്, അല്ലാതെ മറ്റത് മോശമെന്ന് പറയാൻ പാടില്ല. അധികാരമനുസരിച്ചാണ് ഓരോരുത്തർക്കും സ്വീകരിക്കേണ്ടുന്ന മാർഗം. അപ്പോൾ അതറിയാൻ വേണ്ടി അർജുനൻ ചോദിച്ചു. എന്ത് ചോദിച്ചു? സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു വിഷയം വരികയാണ്. നനു ച ആത്മവിദഃ ജ്ഞാനയോഗേന നിഷ്ഠാം പ്രതിപിപാദയിഷൻ പൂർവോദാഹൃതൈഃ വചനൈഃ ഭഗവാൻ സർവകർമ്മസന്യാസം അവോചത് നതു അനാത്മജ്ഞസ്യ അതഃ ച കർമാനുഷ്ഠാനകർമ്മസന്യാസയോഃ ഭിന്നപുരുഷവിഷയത്വാത് അന്യതരസ്യ പ്രശസ്യതരത്വ ബുഭുത്സയാ പ്രശ്നഃ അനുപപന്നഃ. ഇവിടെ ഒരു ശങ്ക വരികയാണ്, ഒരു ശങ്ക. ഈ ശങ്ക ശങ്കയായിട്ട് കൊടുക്കാം, പൂർവപക്ഷമായിട്ട് കൊടുക്കാം, രണ്ടായിട്ട് കൊടുക്കാം. എന്താണ് ശങ്ക? നനുച്ച ആത്മവിദഃ ജ്ഞാനയോഗേന നിഷ്ഠാം പ്രതിപിപാദയിഷൻ പൂർവോദാഹൃതൈഃ വചനൈഃ ഭഗവാൻ സർവകർമ്മസന്യാസം അവോചത് ന തു അനാത്മജ്ഞസ്യ അതഃ ച കർമാനുഷ്ഠാനകർമ്മസന്യാസയോഃ ഭിന്നപുരുഷവിഷയത്വാത് അന്യതരസ്യ പ്രശസ്യതരത്വബുഭുത്സയാ പ്രശ്നഃ അനുപപന്നഃ. ഇരിക്കട്ടെ, ഈ ഭാഷ്യത്തിൻ്റെ ഒരു രീതി നമ്മളാദ്യം മനസ്സിലാക്കണം. ഭാഷ്യത്തിൽ ഓരോ മൂലവാക്യത്തെയും, മൂലവാക്യം എന്ന് പറയുമ്പോൾ ഗീതയാണെച്ചാൽ ഗീതാവാക്യങ്ങൾ, ഉപനിഷത്താണെച്ചാൽ ഉപനിഷത്ത് വാക്യങ്ങൾ, ബ്രഹ്മസൂത്രമാണെച്ചാൽ ബ്രഹ്മസൂത്ര വാക്യങ്ങൾ, ഏതാണോ വ്യാഖ്യേയമായത് അതെടുത്ത് ആദ്യം തന്നെ ഓരോന്നിൻ്റെയും അർത്ഥം പറയും. ഭാഷ്യകാരൻ ഏറ്റവും യോജിക്കുന്ന അർത്ഥം പറയുക. അപ്പോൾ ഒരു പദത്തിന് അനേക അർത്ഥങ്ങൾ സാധിക്കുമ്പോൾ ഏറ്റവും യുക്തമായ അർത്ഥമാണ് ഭാഷ്യകാരൻ പറയുക. അത് ഭാഷ്യകാരൻ്റെ ഒരു സവിശേഷതയാണ്, ഏറ്റവും യോജിക്കുന്നത്. എന്നിട്ട് പദങ്ങളെ ചേർത്ത് വെച്ച് മൊത്തം താത്പര്യം പറയും. അങ്ങനെ തൻ്റെ അഭിപ്രായത്തിലുള്ളതായ ആ താത്പര്യത്തിന് എതിര് എന്തൊക്കെ വരാം എന്നുള്ളത് പറയും.
എന്നിട്ട് അതിന് മറുപടി പറയും. അതിന് മറുപടി പറയും, വീണ്ടും അതിന് എതിർപ്പ് വരും, വീണ്ടും അതിന് മറുപടി പറയും. അങ്ങനെയാണ് ചർച്ച പോവുക. ചില സന്ദർഭങ്ങളിൽ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് പറയും. അതാണ് ഇവിടെ ഉള്ളത്. അവിടെയും താൻ പറഞ്ഞതിന് വരാവുന്ന എതിർപ്പുകൾ അവതരിപ്പിക്കും, എന്നിട്ട് അതിന് മറുപടി പറയും. ഈ എതിർപ്പുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, വ്യക്തമായ ഒരു എതിർപക്ഷം ഉണ്ടാകുന്ന അവ പൂർവപക്ഷങ്ങളാണ്. വ്യക്തമായ ഒരു എതിർപക്ഷമില്ലാതെ ആശയവ്യക്തതയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്യുക, അത് ശങ്കകളാണ്. ഈ ശങ്ക ചെയ്യുന്നതും പൂർവപക്ഷം അവതരിപ്പിക്കുന്നതും അവയ്ക്ക് മറുപടി പറയുന്നതും ഒരാൾ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കിപ്പിക്കാനത്. ചിലപ്പോൾ അങ്ങ് വാദം മൂക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു മധ്യസ്ഥൻ കടന്നു വരും, രണ്ടാളുടെ നടുക്ക് ഇങ്ങനെ കൂടെ, അതിനും മറുപടി പറയണം. ഇതൊക്കെ ഒരാൾ തന്നെയാണ്. ത്രിപിൾ റോളിലാണ് മിക്കവാറും ഉണ്ടാവുക. പൂർവപക്ഷിയും മധ്യസ്ഥനും സിദ്ധാന്തിയും ഒക്കെ ആയിട്ട് ഭാഷ്യകാരൻ സ്വയം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേഷപ്പകർച്ച, അത്ഭുതകരമായ വേഷപ്പകർച്ച ചെയ്യും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ല വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പൂർവപക്ഷത്തെ സിദ്ധാന്തമായിട്ട് വിചാരിക്കും. കാരണം പൂർവപക്ഷം പറയുമ്പോൾ അത്ര തന്മയമായിട്ടാണ് പറയുക. അത് ഭാഷ്യകാരൻ്റെ ഒരു സവിശേഷതയാണ്. അത് ഈ ഏറ്റവും ആ ഒരു സവിശേഷതയുടെ ഏറ്റവും ഭംഗിയുള്ള സന്ദർഭങ്ങൾ നമ്മൾ കാണുക സ്തോത്രങ്ങളിലാണ്. ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ശൈവസ്തോത്രങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാം തരം ശൈവനായിരിക്കും, തനി ശൈവൻ. വൈഷ്ണവകൃതികൾ പഠിക്കുമ്പോഴോ ഒന്നാം തരം വൈഷ്ണവൻ. ശാക്തേയകൃതികൾ പഠിക്കുമ്പോഴോ ഒന്നാം തരം ശാക്തൻ. നമുക്ക് പിടികിട്ടില്ല ആരാന്ന്. കാരണം ഇതൊന്നുമല്ല. അദ്വൈതത്തിൽ പ്രതിഷ്ഠിതനായ ഒരാൾക്ക് ഏത് ഭാവത്തെയും അണിയാൻ കഴിയും, ഏത് ഭാവത്തെയും, സംശയമില്ല. അതിൻ്റെയൊക്കെ ഈ പരമാവധി പറഞ്ഞാൽ പിന്നെ അതിൽ അന്തർഭവിക്കുമല്ലോ ബാക്കിയൊക്കെ. ഒരു പരമാവധി തോന്നണത് ഒരിടത്ത് പറയുക, ആ മഹാതണ്ടിയില്ലേ, ആര്, ഒരു പിച്ചപാത്രം പോലും ഇല്ലാത്തവൻ, എന്നിട്ട് മനുഷ്യൻ്റെ തലയോടാ പാത്രമാക്കി വെച്ചിട്ടുള്ളത്. ദേഹത്ത് പൂശാനൊരു സാധനമില്ല, സുഗന്ധദ്രവ്യമൊന്നുമില്ല, എന്നിട്ട് ഭസ്മ പൂശി നടക്കണത്. ഏത് ഭസ്മം? ചിതാഭസ്മാല്ലേപഹ. തിന്നാനൊരു വകുപ്പുമില്ല, ഗരളമശനം, എന്നിട്ട് വിഷ തിന്നണത്. ദിക്പടധര, ഉടുക്കാനൊന്നുമില്ല, എന്നിട്ട് ഉടുത്തടിച്ചിട്ട് നടക്കുകയല്ലല്ലോ, ഉടുക്കാൻ ഇല്ലാഞ്ഞിട്ടുള്ള ആളല്ലേ. അപ്പോൾ ഒന്നും ധരിക്കാണ്ട് നടക്കുക, നഗ്നനായിട്ട് നടക്കുക. അങ്ങനെയുള്ളൊരു മഹാതണ്ടി ലോകത്തുണ്ട്. എന്താ അവൻ്റെ പേര്? ജഗദീശ്വരൻ. അല്ലയോ ഭവാനി, നിന്നെ കല്യാണം കഴിച്ചതിൻ്റെ ഫലമല്ലേ ഇപ്പോൾ അതൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭവാനി ത്വത്പാണി ഗ്രഹണ പരിപാടി ഫലമിതം. ഇതിൽ കവിഞ്ഞ് എന്ത് ദൃഷ്ടാന്താ പറയാനുള്ള? അതാണ് ശാക്തേനാകുമ്പോൾ തനി ശാക്തയൻ, വിഷ്ണുസ്തുതി ചെയ്യുമ്പോൾ താനി വൈഷ്ണവൻ, ശിവസ്തുതി ചെയ്യുമ്പോൾ താനി ശൈവൻ. എന്തുകൊണ്ട്? ഇതൊന്നും അല്ലാത്തത് കൊണ്ട്. ഭാഷ്യത്തിലും അങ്ങനെ തന്നെയാണ്. വളരെ തന്മയമായിട്ടാണ് പൂർവപക്ഷം അവതരിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കെന്ന് തോന്നുന്നതല്ലേ ശരിയും തോന്നും, അത് കഴിഞ്ഞ് അതിനെ അങ്ങനെയാണ് എതിർക്കും. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പൂർവപക്ഷമല്ല. ഇത് ശങ്കയായിട്ട് കൊടുക്കാം, പൂർവപക്ഷമായിട്ട് കൊടുക്കാം, രണ്ടും ശരിയാണ്. എന്താണത്? ആത്മജ്ഞാനിക്കാണല്ലോ സന്യാസം പറഞ്ഞത്. അതെ, ആത്മജ്ഞാനിക്കാണ് പറഞ്ഞത്. ആത്മവിദ, ആത്മജ്ഞാനിക്ക് ജ്ഞാനയോഗേന നിഷ്ഠാം പ്രതിപിപാദയിഷൻ. ആത്മജ്ഞാനത്താലുള്ള നിഷ്ഠയെ പ്രതിപാദിക്കാൻ ഇച്ഛിക്കുന്നവനായവൻ. പ്രതിപിപാദയിഷൻ എന്ന് പറഞ്ഞാൽ പ്രതിപാദനം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ. എന്ത് പ്രതിപാദനം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ? ആത്മജ്ഞാനിക്ക് ജ്ഞാനയോഗ നിഷ്ഠയെ പ്രതിപാദനം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ. എവിടെയത്? ലോകേസ്മിൻ വിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ
ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. 3-ാം അധ്യായം. ഹേ അർജുന, 2 നിഷ്ഠകളുണ്ട്. ആത്മവിജ്ഞാനിയെ സംബന്ധിച്ച് സാഖ്യനിഷ്ഠയും കർമ്മികളെ സംബന്ധിച്ച് യോഗനിഷ്ഠയും എന്ന. അപ്പോൾ ആത്മജ്ഞാനത്തിലൂടെയുള്ള പരമമായ ജ്ഞാനനിഷ്ഠ, അതിനെ പ്രതിപാദിക്കാൻ ഇച്ഛിക്കുന്ന ഭഗവാൻ പൂർവോദാഹൃതൈഹി വചനൈഹി, നേരത്തെ ഉദാഹരിച്ച വചനങ്ങളെ കൊണ്ട്. ഏതാ നേരത്തെ ഉദാഹരിച്ച വചനങ്ങൾ? തുടക്കത്ത് പറഞ്ഞു, കർമ്മണ്യകർമ്മയ പശ്യതിത്യാരഭ്യ സംയുക്ത കൃഷ്ണകർമ്മകൃത് ജ്ഞാനാഗ്നിദഗ്ധകർമാണം ശാരീരം കേവലം കർമ്മ യദൃച്ഛാലാഭസന്തുഷ്ട ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനാഗ്നി സർവകർമാണി യോഗസന്യസ്തകർമാണം എന്നിങ്ങനെയുള്ള പൂർവോദാഹൃതൈഹി വചനൈഹി, നേരത്തെ ഉദാഹരിച്ച എടുത്തു കാണിച്ച വചനങ്ങളെ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സർവകർമ്മസന്യാസം അവോച്ചത്, സർവകർമ്മസന്യാസത്തെ പറഞ്ഞു. അവോച്ചത് പറഞ്ഞു. വ്യക്തമാണല്ലോ. നമ്മൾ ഒന്നിച്ച് പോണേ. നതു അനാത്മജ്ഞസ്യ, അല്ലാണ്ട് അജ്ഞാനിക്ക് സന്യാസം ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ആത്മജ്ഞാനിക്കാണ് സന്യാസം ഭഗവാൻ പറഞ്ഞത്. അനാത്മജ്ഞനെ സംബന്ധിച്ച് സന്യാസം ഭഗവാൻ പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ അതഃ, അതുകൊണ്ട് കർമാനുഷ്ഠാന കർമ്മസന്യാസയോഹോ ഭിന്നപുരുഷ വിഷയത്വാത്, കർമ്മസന്യാസവും കർമ്മയോഗവും ഭിന്നപുരുഷ വിഷയമായതുകൊണ്ട്. എന്താ അത് അർത്ഥം? ആത്മജ്ഞാനിയെ സംബന്ധിച്ച് സന്യാസനിഷ്ഠയും ആത്മജ്ഞനല്ലാത്ത ആളെ സംബന്ധിച്ച് കർമ്മനിഷ്ഠയും എന്ന് 2 നിഷ്ഠകളാണ് ഭഗവാനാൽ പറയപ്പെടുന്നത്. എന്നിരിക്കെ അന്യതരസ്യ പ്രശസ്യതര ബുഭുത്സയ പ്രശ്ന അനുപപന്ന, 2-1 ഇച്ഛയോടുകൂടി അർജുനൻ ചോദ്യം ചോദിക്കില്ല. മനസ്സിലായില്ല? ശങ്കര ഭാഷ്യകാരൻ എന്താ പറഞ്ഞത്? 2ഉം ഒന്നിച്ച് ഒരാൾക്ക് അനുഷ്ഠിക്കാൻ കഴിയില്ലെന്നതുകൊണ്ട് 2-1 ഏതാണ് നല്ലതെന്നറിയാൻ വേണ്ടി അർജുനൻ ചോദിച്ചു. അങ്ങനെ ചോദിക്കില്ല എന്നാണ്. എന്തുകൊണ്ട് ചോദിക്കില്ല? ആത്മജ്ഞാനിക്കാണ് സന്യാസനിഷ്ഠ ഭഗവാൻ പറഞ്ഞത്, അനാത്മജ്ഞന് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ 2-1 ചോദിക്കുമോ? എന്തൊരു വിഡ്ഢിത നിങ്ങൾ പറയണത്. മനസ്സിലായില്ല? ഇല്ല, ചിലർക്ക് മനസ്സിലായിട്ടില്ല. 2ഉം ഒന്നിച്ച് അനുഷ്ഠിക്കാൻ പറ്റില്ല പറഞ്ഞു. 2 ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ 2-ലേതാ നല്ലതെന്നറിയാൻ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചോദിക്കില്ല. എന്തുകൊണ്ട് ചോദിക്കില്ല വെച്ചാൽ ഭഗവാൻ വ്യക്തമായി 2ഉം വിഭജിച്ചാണ് ഉപദേശിച്ചത്. ജ്ഞാനികൾക്ക് സന്യാസനിഷ്ഠയും അല്ലാത്തവർക്ക് യോഗനിഷ്ഠയും എന്ന് വേർതിരിച്ചാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ 2-1 അറിയാനുള്ള ഇച്ഛ ഉണ്ടാവുക? അങ്ങനെ വേർതിരിച്ച് പറഞ്ഞാൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇവിടെ ഈ പ്രമേഹമുള്ളവരൊക്കെ മധുരം ഇല്ലാണ്ട് കുടിച്ചോളൂ. പ്രമേഹം ഉള്ളവർ അവനവൻ്റെ ഇഷ്ടം പോലെ കുടിക്കാം. മധുരമിട്ട് കുടിക്കണം നിർബന്ധമില്ല. പ്രമേഹം ഇല്ലാത്തവർ മധുരമിട്ട് കുടിക്കണം നിർബന്ധമുണ്ടോ? അതില്ല, അത് അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ പ്രമേഹമുള്ളവർ മധുരം ഇല്ലാത്ത കുടിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് ഞാൻ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരാളാണ്. അയാൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഏതാ കുടിക്കേണ്ടതെന്ന് ചോദിക്കാം. എന്നാൽ ഒരാൾക്ക് അറിയാം എനിക്ക് പ്രമേഹം ഉണ്ടെന്ന്. അയാൾക്ക് ചോദ്യം വരുമോ ഞാൻ ഏതാ കുടിക്കേണ്ടതെന്ന്? അധികാരം വേർതിരിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് പറയണത്. എങ്ങനെയാണ് പറയണത്? അതാണ്. അപ്പോൾ ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? ഇതൊരു ശങ്കയായിട്ട് എടുത്താൽ മതി. പൂർവപക്ഷമായിട്ട് എടുക്കാം, ശങ്കയായിട്ട് എടുക്കണം നല്ലത്. സത്യം ഏവ ത്വദഭിപ്രായേണ പ്രശ്നഃ ന ഉപപന്നഃ പ്രഷ്ടുഃ അഭിപ്രായേണ പുനഃ പ്രശ്നഃ യുജ്യതേ ഏവ ഇതി വദാമഃ. സത്യം ഏവ ത്വദഭിപ്രായേണ പ്രശ്നഃ
ന ഉപപന്നഃ ന ഉപപദ്യത്തെ. പ്രഷ്ടുഃ സ്വാഭിപ്രായേണ പുനഃ പ്രശ്നഃ യുജ്യത്തെ ഏവ ഇതി വദാമഃ. ഓ, വളരെ ശരിയാണല്ലോ നീ പറഞ്ഞത്. സത്യം ഏവ, നീ പറഞ്ഞത് വളരെ ശരിയാ. ത്വദഭിപ്രായേണ, നിൻ്റെ അഭിപ്രായത്തിൽ. മനസ്സിലായില്ല? എന്താണ് നിൻ്റെ അഭിപ്രായത്തിൽ നീ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. സത്യമേവ ത്വദഭിപ്രായേണ, നിൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയാണ്. എന്നാൽ പ്രശ്നഃ ന ഉപപദ്യത്തെ, പ്രശ്നം ഒട്ടും യോജിക്കണില്ല. എന്നാൽ പ്രഷ്ടുഃ സ്വാഭിപ്രായേണ, പ്രഷ്ടാവിൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ട്. അപ്പം നോക്കൂ, നമ്മളൊരു സഭയിലിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമെന്ന് വെച്ചോളൂ. അപ്പോൾ വേറെ 10 പേർക്ക് തോന്നുക, ആ മഹാവിഡ്ഢിതാണുള്ള ആൾ ചോദിച്ചത്, അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ഒരു 10 പേർക്ക് തോന്നുകയാണ്. അപ്പോൾ ചോദ്യം ആരോടാണോ അയാൾ വളരെ ഗൗരവമായിട്ട് കാര്യമായിട്ട് അതിനെടുത്ത് മറുപടി പറയുമ്പോൾ ഈ 10 പേർക്കും തോന്നും, ഇതെന്തൊരു വിഡ്ഢിത്ത ഇയാൾ ചെയ്യണത്, ഇത്ര വൃത്തികെട്ടൊരു ചോദ്യം അയാൾ ചോദിച്ചിട്ട് എന്തിനാണ് ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കണത്, സമയം പോക്കണത് എന്ന് തോന്നും. ആർക്ക്? ഈ 10 പേർക്ക്. പക്ഷേ ഉത്തരം പറയുന്ന ആൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ചോദ്യം ചോദിച്ച ആളുടെ ദൃഷ്ടിയിൽ അത് പ്രസക്തമായ ചോദ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് മറുപടി പറയണത്. അവിടെ ഈ 10 പേരുടെ അഭിപ്രായം അല്ല അയാൾ നോക്കേണ്ടത്. ആണോ? എന്താ അഭിപ്രായം? പ്രഷ്ടാവിൻ്റെ അഭിപ്രായമല്ലേ നമ്മൾ നോക്കേണ്ടത്, വേറൊരാളുടെ അഭിപ്രായമാണോ? അപ്പം നിൻ്റെ അഭിപ്രായത്തിൽ അർജുനൻ ചോദിച്ചത് ശരിയല്ല, നിൻ്റെ അഭിപ്രായത്തിൽ. എന്നാൽ അർജുനൻ്റെ അഭിപ്രായത്തിൽ അർജുനൻ ചോദിച്ചത് ശരിയാണ്. പ്രശ്നം എന്താ ഉള്ളത്? അപ്പം ഭഗവാൻ അതിന് മറുപടി പറയണം. ഇതിൻ്റെ പരമാവധി ഭാഷ്യകാരൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ദേവതാപ്രീതി ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരാളെ ശരിക്ക് സമർപ്പിക്കണം. അതിപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ല? ഞങ്ങളുടെ ദേവതയ്ക്ക് കൊന്ന് സമർപ്പിക്കാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞു, ആയിക്കോളൂ, പക്ഷേ എൻ്റെ ശിഷ്യന്മാരാരും അറിയരുത് കേട്ടോ. എൻ്റെ ശിഷ്യന്മാരറിയാതെ കൈകാര്യം ചെയ്യണം. അവരറിഞ്ഞാൽ സമ്മതിക്കില്ല എന്നെ കൊല്ലാൻ. ഞാൻ തയ്യാറാണ്. അങ്ങനെ പോവുകയാണ് അവരുടെ സ്ഥലത്തേക്ക്. പക്ഷെ എങ്ങനെയോ അറിഞ്ഞു പോയി പത്മപാദാചാര്യർ. അത് നരസിംഹ ഉപാസകനാണ്. പിന്നത്തെ കഥ പറയേണ്ട ആവശ്യമില്ല. പിന്നെന്താ ഉണ്ടായി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതൊരു കഥയല്ലേന്ന് തോന്നും. ഇത് കഥയല്ല. അത്ര പോലും പ്രഷ്ടാവിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് മറുപടി. ഓ, അങ്ങനെയാണോ? എനിക്കിപ്പോൾ ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കിതിനെക്കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു, എനിക്ക് കൃതാർത്ഥമായി. പിന്നെന്താ പ്രശ്നം? പക്ഷേ എൻ്റെ ശിഷ്യന്മാർ അറിഞ്ഞു പോകണ്ട. അറിഞ്ഞാൽ വിവരം നീ അറിയും. അതാണ്. അപ്പോൾ അർജുനൻ ചോദിച്ചു ശരിയായില്ല, നീ പറഞ്ഞത് നന്നായി, അത് ശരി അതിൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ അർജുൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. അർജുനൻ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഇതി വദാമഹ, എന്ന് നാം പറയുന്നു, ബഹുവചനാണ്. അപ്പോൾ ചോദ്യം കഥം, അതെങ്ങനെയാ? നോക്കൂ, കഥം, എങ്ങനെയാ? അതെങ്ങനെ പറയൂ. നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, സമർത്ഥിക്കണ്ടേ. പൂർവോദാഹൃതൈഃ വചനൈഃ ഭഗവത കർമ്മസന്യാസസ്യ കർത്തവ്യതയാ വിവക്ഷിതത്വാത് പ്രാധാന്യം അന്തരേണ ച കർത്താരം തസ്യ കർത്തവ്യത്വ അസംഭവാത് അനാത്മവിദ് അഭികർത്ത പക്ഷേ പ്രാപ്തഃ അനൂദ്യതേ ഏവ ന പുനഃ ആത്മവിദ് കർത്തൃകത്വം ഏവ സന്യാസസ്യ വിവക്ഷിതം ഇതി. ഏവം മന്വാനസ്യ അർജുനസ്യ കർമാനുഷ്ഠാനകർമ്മസന്യാസയോः അവിദ്വത് പുരുഷ കർത്തൃകത്വം അപി അസ്തി ഇതി പൂർവോക്തേന പ്രകാരേണ തയോः
പരസ്പരവിരോധാത് അന്യതരസ്യ കർത്തവ്യത്വേ പ്രാപ്തേ പ്രശസ്യതരം ച കർത്തവ്യം ന ഇതരത് ഇതി പ്രശസ്യതര വിവിധിഷയാ പ്രശ്നഃ ന അനുപപന്നഃ. പ്രതിവചനവാക്യാർത്ഥനിരൂപണേന അപി പ്രഷ്ടുഃ അഭിപ്രായ ഏവമേവ ഇതി ഗമ്യതേ. പൂർവോദാഹൃതൈഃ വചനൈഃ ഭഗവതാ കർമ്മസന്യാസസ്യ കർത്തവ്യതയാ വിവക്ഷിതത്വാത് പ്രാധാന്യം അന്തരേണ ച കർത്താരം തസ്യ കർത്തവ്യത്വ അഭാവാത് കർത്തവ്യത്വ അസംഭവാത് അനാത്മവിദപി കർത്ത പക്ഷേ പ്രാപ്തഃ അനൂദ്യത്തെ ഏവ ന പുനഃ ആത്മവിത് കർത്തൃകത്വം ഏവ സന്യാസസ്യ വിവക്ഷിതം ഇതി. ഏവം മന്വാനസ്യ അർജുനസ്യ കർമാനുഷ്ഠാനകർമ്മസന്യാസയോഃ അവിദ്വത്പുരുഷകർത്തൃകത്വം അപി അസ്തി ഇതി പൂർവോക്തേന പ്രകാരേണ തയോഃ പരസ്പരവിരോധാത് അന്യതരസ്യ കർത്തവ്യത്വേ പ്രാപ്തേ പ്രശസ്യതരം ച കർത്തവ്യം ന ഇതരത് ഇതി പ്രശസ്യതര വിവിധിഷയാ പ്രശ്നഃ ന അനുപപന്നഃ. പ്രതിവചനവാക്യാർത്ഥനിരൂപണേന അപി പ്രഷ്ടുഃ അഭിപ്രായഃ ഏവമേവ ഇതി ഗമ്യതേ. അപ്പം നേരത്തെ ഉദാഹരിക്കപ്പെട്ട വചനങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മണ്യകർമ്മയ പശ്യേതെന്ന് തുടങ്ങി യോഗസന്യസ്ത കർമാണം എന്നത് വരെയുള്ള വചനങ്ങളെ കൊണ്ട്, നേരത്തെ തുടക്കത്തിൽ അവതരിപ്പിച്ച വചനങ്ങൾ, ആ വചനങ്ങളെ കൊണ്ട് കർമ്മസന്യാസം കർത്തവ്യമാണെന്നാണ് ഭഗവാൻ ഉപദേശിച്ചത്. മനസ്സിലായില്ല? ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മസന്യാസം കർത്തവ്യമാണ്, ചെയ്യേണ്ടതാണ് എന്നാണ് ഭഗവാൻ ഉപദേശിച്ചത്. അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ കർമ്മസന്യാസം കർത്തവ്യമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. കർമ്മസന്യാസം കർത്തവ്യമാണെന്ന് പറയുമ്പോൾ അവിടെ ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടുന്ന കർത്താവുണ്ടല്ലോ. കർത്താവിൻ്റെ അഭാവത്തിൽ കർത്തവ്യം ചെയ്യപ്പെടുമോ? ഇല്ല. കർത്താവിൻ്റെ അഭാവത്തിൽ കർത്തവ്യം ചെയ്യപ്പെടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് അതിൽ യാതൊരു മമത്വവും ഇല്ല കേട്ടോ, ഞാനത് ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചോളൂ. എനിക്കതിൽ യാതൊരു മമത്വവും ഇല്ല, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ വാക്യത്തിൽ കുഴപ്പമുണ്ടല്ലോ. എനിക്കതിൽ യാതൊരു മമത്വവും ഇല്ല, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്. കാരണം അവിടെ ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നാലാണ്, ഞാനാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ഉപേക്ഷാക്രിയയുടെ കർത്താവ് ഞാനാണ്. വ്യക്തമാണല്ലോ. ഒരു മമത്വം നിനക്കില്ല വെച്ചാൽ നിനക്ക് എന്തുപേക്ഷിക്കാനുള്ളത്, എന്തുപേക്ഷിക്കാതിരിക്കാനുള്ളത്? രണ്ടുമില്ല. അപ്പോൾ കർമ്മസന്യാസം കർത്തവ്യമാണെന്ന് പറയുമ്പോൾ അവിടെ ആ കർമ്മസന്യാസം ചെയ്യുന്നതായ കർത്താവുണ്ടല്ലോ,
ഉണ്ട്. ആ കർത്താവിന് ശരീരേന്ദ്രിയ മനോബുദ്ധികളുമായിട്ട് താതാത്മ്യം വേണമല്ലോ, അല്ലാതെ എങ്ങനെയാണ് ഉപേക്ഷിക്കുക? മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് എന്നുള്ള താതാത്മ്യ സംഘം ഇല്ലേ? ഇല്ല, ഉണ്ട്. അപ്പോൾ അന്തരേണ ച കർത്താരം തസ്യ കർത്തവ്യത്വാസംഭവാത്. കർത്താവില്ല എങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ള കർത്തവ്യം നടക്കുമോ? ഇല്ല. അപ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ള കർത്തവ്യം നടക്കണമെങ്കിൽ കർത്താവ് വേണം. അപ്പോൾ കർത്തൃത്വമുണ്ട്. അപ്പോൾ ആത്മജ്ഞാനിയാണോ? അല്ലല്ലോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ സന്യസിക്കുന്നത് ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് ചോദിച്ചാൽ മറുപടി അജ്ഞാനിയാന്നാ. ജ്ഞാനിക്ക് എന്ത് സന്യസിക്കാനാ? ജ്ഞാനിക്ക് എന്ത് സന്യസിക്കാൻ? എൻ്റെത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിലല്ലേ അത് ഉപേക്ഷിക്കുക. അപ്പോൾ അവിടെ കർത്താവുണ്ട്. അപ്പം അനാത്മവിദപി കർത്ത പക്ഷേ പ്രാപ്ത. ഈ പക്ഷത്തിൽ അനാത്മജ്ഞാനി തന്നെ കർത്താവാകുന്നു, ആത്മജ്ഞാനിയല്ല. തൻ്റെ പരിപൂർണാത്മബോധത്തിലേക്ക് എത്തി എല്ലാ വിധത്തിൽപ്പെട്ട മമത്വവും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഉപേക്ഷിക്കാനില്ലല്ലോ അയാൾക്ക്. അപ്പോൾ അയാൾ സന്യസിക്കണം, സന്യാസം അയാൾക്ക് കർത്തവ്യമാണെന്ന് വരുമ്പോൾ കർത്താവുണ്ട്. അതുകൊണ്ട് ആത്മവിത് കർത്തൃകത്വമേവ സന്യാസസ്യ വിവക്ഷിതം ഇതി ന പുനഃ ആത്മവിത് കർത്തൃകം സന്യാസം ആത്മവിത് കർത്തൃകമല്ല, പിന്നെയോ അനാത്മവിത് കർത്തൃകമാണ്. ആത്മജ്ഞാനി അല്ല സന്യസിക്കുന്നത്. അപ്പോൾ സന്യസിക്കണത് ആത്മജ്ഞാനിയല്ല. കർമ്മയോഗ അനുഷ്ഠിക്കണതോ അതും ആത്മജ്ഞാനിയല്ല. അതാണ് ഏവം മന്വാനസ്യ അർജുനസ്യ കർമാനുഷ്ഠാന കർമ്മസന്യാസയോ അവിദ്വത് പുരുഷകർത്തൃകത്വമപി അസ്തി. അതുകൊണ്ട് കർമ്മസന്യാസത്തിനും കർമ്മയോഗത്തിനും രണ്ടും അവിദ്വത് പുരുഷകർത്തൃത്വമുണ്ട്. വളരെ സൂക്ഷ്മമായ വിഷയമാണ്, ശ്രദ്ധിക്കണം. കർമാനുഷ്ഠാനത്തിനും കർമ്മസന്യാസത്തിനും അവിദ്വത് പുരുഷകർത്തൃത്വമുണ്ട്. അവിദ്വത് പുരുഷകർത്തൃത്വം എന്ന് വെച്ചാൽ അജ്ഞാനി കർത്തൃത്വം, അജ്ഞാന കർത്തൃത്വമുണ്ട്. കർമ്മയോഗ അനുഷ്ഠിക്കണമെങ്കിൽ അജ്ഞാന കർത്തൃത്വം എന്നുള്ളത് ആർക്കും സംശയം ഉണ്ടാവില്ല. സന്യാസത്തിലും അജ്ഞാന കർത്തൃത്വമാണുള്ളത്. കാരണം പലതിനോട് എൻ്റെ എന്നുള്ള താതാത്മ്യം ഉള്ളപ്പോഴാണല്ലോ ഈ ഉപേക്ഷിക്കുക എന്നുള്ളത് വരുന്നത്. അല്ലാത്തവൻ എന്ത് ഉപേക്ഷിക്കാനാ? എനിക്കൊന്നും ഇല്ല എന്ന് ഉറച്ചവൻ ഉപേക്ഷിക്കാണ്ടാവുമോ? അപ്പം എന്തോ ചിലത് താതാത്മ്യ സംഘം കൊണ്ട് എൻ്റെതാണെന്ന് മനസ്സിലാക്കി വെച്ച തലത്തിലല്ലേ ഉപേക്ഷിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻഷിപ്പ് നമ്മൾ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടില്ലല്ലോ, എന്നിട്ടല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തോന്നിനോട് താതാത്മ്യം, ഒരാൾക്ക് താതാത്മ്യ സംഘം തോന്നി, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റായും തോന്നി, അങ്ങനെ തോന്നാം, ആർക്കും തോന്നാം. അപ്പോൾ അത് വേണ്ട മരുന്ന് ചികിത്സ കിട്ടിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു കിട്ടുമോ? അതെ, ഇപ്പം ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റ് അല്ല, ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയാം. അത് ശരിയായ ചികിത്സ കിട്ടിയപ്പോൾ നല്ല ഡോക്ടറെ അടുത്ത് എത്തി, നല്ല മരുന്നൊക്കെ കുറച്ച് കാലം കഴിച്ചപ്പോൾ അത് പോയി. അപ്പം അവിടെ ഒരു സംഘം, താതാത്മ്യ സംഘം ഉണ്ടായിരുന്നു, അതല്ലേ പോയത്, ഇല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കർമ്മസന്യാസവും കർമ്മയോഗവും അജ്ഞാനികൃതമാണ് എന്ന ഒരു പക്ഷം സ്വീകരിക്കാൻ അർജുനന് അധികാരമുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് വയ്യേനും, രണ്ടും അജ്ഞാനി ചെയ്യണതാണ്, രണ്ടും ഒന്നിച്ച് വയ്യ.
എന്നിരിക്കെ ഞാനിപ്പോൾ ഏതാ ചെയ്യേണ്ടത് എന്ന് അർജുനന് ചോദിക്കാലോ. പ്രശസ്യതര വിവിധിഷയ, തമ്മിൽ കേമായിട്ടുള്ളത് അറിയാനുള്ള ഇച്ഛയോടുകൂടി അർജുനൻ ചോദിച്ചത് യോജിക്കും എന്നാണ് നമ്മൾ പറയണത്. ഇതാണ് മറുപടി. മാത്രമല്ല പ്രതിവചനവാക്യാർത്ഥ നിരൂപണേന ച, ഭഗവാന്റെ പ്രതിവചനവാക്യത്തെ നിരൂപണം ചെയ്താലും ഇത് തന്നെയാണ് പ്രഷ്ടാവിൻ്റെ അഭിപ്രായം എന്ന് മനസ്സിലാവും. ഭഗവാന്റെ മറുപടി നല്ലപോലെ നിരൂപണം ചെയ്താലും പ്രഷ്ടാവിൻ്റെ അർജുനൻ്റെ അഭിപ്രായം ഇതാണെന്ന് മനസ്സിലാവും. എങ്ങനെ? ആ ചോദ്യവും ഉത്തരവും തുടർന്ന് നമുക്ക് വായിക്കാം.